പലതരത്തിൽ നമുക്ക് രസം ഉണ്ടാക്കാൻ പറ്റുമല്ലേ. രസപ്പൊടിയൊന്നും ഇല്ലാതെ വളരെ ടേസ്റ്റിയായി എങ്ങനെ രസം തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം കുറച്ച് വാളൻപുളി നമ്മൾക്ക് ഇതുപോലെ പിഴിഞ്ഞ് അരിച്ചെടുക്കണം. ഇനി ഒരു ഇടിക്കല്ലിലേക്ക് 2 സ്പൂൺ കുരുമുളക് ചേർത്ത് ഒന്ന് ചതച്ചെടുക്കണം. അധികം പൊടിയരുത് കേട്ടോ, നമ്മൾ മിക്സിയിലൊന്നും പൊടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതാ ചതച്ചെടുത്തിട്ടുണ്ട്, ഇതുപോലെ പൊടിഞ്ഞാൽ മതി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായി നമുക്ക് വേണ്ടത് 1 ഇഞ്ച് നീളമുള്ള ഒരു കഷ്ണം ഇഞ്ചിയാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഞാനിവിടെ ഒരു 6 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഞാൻ 7 എണ്ണം എടുത്തിട്ടുള്ളത്. ഇത് മൂന്നും കൂടി ഒന്ന് ചതച്ചെടുക്കണം. ചതച്ചതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടാവാനായി വെക്കാം. വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ നമുക്ക് രസം ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ ചൂടാകുമ്പം അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ ഇത്രയും ചേർത്തതിന് ശേഷം അതൊന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി വെളുത്തുള്ളിയുടെ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അതിന് ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായി ഒന്ന് വഴഞ്ഞ് വരുമ്പം അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇത് പൊടികളാകുമ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു തക്കാളി മുറിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളിവെള്ളം ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. ഈ പുളിവെള്ളത്തിൻ്റെ ഇരട്ടി നമുക്ക് സാധാരണ വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് തിളപ്പിക്കാനായി വെക്കാം. ഇനി ഇതിലേക്ക് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കയ്യിൽ കട്ടക്കായാണ് ഉള്ളതെങ്കിൽ ആദ്യം നമ്മൾ കടുക് ഇതൊക്കെ വഴറ്റുന്നുണ്ടല്ലോ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് മൂടി വെച്ച് ഇതൊന്ന് വേവിക്കാം. ഒരു 5 മിനിറ്റ് സമയം നമുക്കിത് വേവിക്കാം. അപ്പോൾ നമ്മളുടെ രസം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഈ രസം. ഇതിൻ്റെ അവസാനം നിങ്ങൾക്ക് മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ മല്ലിയില ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി രസം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്.